ഹലോ എവ്രി വൺ, ദിസ് ഇസ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ഷവാജി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയെ കുറിച്ചിട്ടാണ്. പലപ്പോഴായിട്ട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്. അതായത് ഹസ്ബൻഡും വൈഫും തമ്മിൽ പിരിയാൻ പോകുമ്പോൾ കുട്ടിയുടെ കസ്റ്റഡി ആർക്കാണ് ലഭിക്കുക, അമ്മയ്ക്കാണോ അതോ അച്ഛനാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു കസ്റ്റഡിയുടെ കേസ് കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ കോടതി ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ വെൽഫെയർ ആണ്. ആരുടെ കൂടെ നിന്നാലാണ് കുട്ടീനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുക, ആർക്കാണ് കുട്ടിയെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുക, ഫിനാൻഷ്യലി ആണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നല്ലൊരു സാഹചര്യത്തിൽ നല്ലൊരു എൻവയോൺമെന്റിലേക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെയാണ് കോടതി ശ്രദ്ധിക്കുക. ഇനിയിപ്പോ കുട്ടിക്ക് 5 വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ അമ്മയ്ക്ക് തന്നെയാണ് കുട്ടിയെ കിട്ടാൻ കൂടുതൽ സാധ്യത എന്ന് കരുതി ഒരിക്കലും അമ്മയ്ക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നല്ല. ഇപ്പൊ കുട്ടിയെ നല്ല രീതിയിൽ അമ്മ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് തന്നെയായിരിക്കും കിട്ടുക. അതേ സമയത്ത് അമ്മ ഇപ്പൊ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മ മെന്റലി കേപ്പബിൾ അല്ല, മെന്റലി ഫിറ്റ് അല്ല, അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, കുട്ടിയെ നല്ല രീതിയിൽ അമ്മയ്ക്ക് വളർത്താൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാദറിനും കുട്ടിയുടെ കസ്റ്റഡി കിട്ടുന്നതായിരിക്കും. അതേ സമയത്ത് അത്യാവശ്യം കുട്ടിക്ക് ചിന്തിക്കാനും അതുപോലെ സംസാരിക്കാനും സ്വന്തം ഇഷ്ടം പറയാൻ പറ്റുന്ന ഒരു പ്രായം എത്തുമ്പോഴത്തേക്കും കുട്ടിയുടെ അഭിപ്രായം കൂടി കോടതി കൺസിഡർ ചെയ്യുന്നതായിരിക്കും. കുട്ടിക്ക് ആരുടെ കൂടെയാണ് നിൽക്കാൻ ഇഷ്ടം എന്നുള്ള കാര്യം കോടതി തീർച്ചയായിട്ടും ചോദിക്കുന്നതായിരിക്കും. ഇത് കരുതി കുട്ടിയുടെ കസ്റ്റഡി എന്തായാലും കുട്ടിയുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് കൊടുക്കുക എന്നല്ല. ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടിയുടെ വെൽഫെയർ ആരുടെ കൂടെ നിൽക്കുമ്പോഴാണ് എന്നുള്ളതാണ് കോടതി കൂടുതലും ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും കുട്ടിയുടെ കസ്റ്റഡി അമ്മയ്ക്കാണ് അതല്ലെങ്കിൽ അച്ഛനെ കിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും കുട്ടിയെ ആർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഇപ്പോൾ ഒരു കേസിൽ ഫാദറിന് കുട്ടിയുടെ കസ്റ്റഡി കിട്ടിയിരുന്നു എന്ന് വിചാരിച്ച് ഒരിക്കലും വേറൊരു കേസിൽ ഫാദറിന് കസ്റ്റഡി കിട്ടിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെയാണ് അമ്മയുടെ കാര്യം. കുട്ടിയുടെ വെൽഫെയർ മാത്രമാണ് കോടതി നോക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കുട്ടികളുടെ കസ്റ്റഡി വേണമെങ്കിൽ നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. കൂടുതൽ കേപ്പബിലിറ്റി എനിക്കാണ്, അല്ലെങ്കിൽ ആസ് എ പാരന്റ് അമ്മയായ എനിക്കാണ്, അല്ലെങ്കിൽ ഫാദറായ എനിക്കാണ് എന്നുള്ളത് നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് ഇരിക്കുന്നു.